അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം പറയണം, എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറായത്. ഇതാണോ സ്വീകരിക്കേണ്ട രീതി? കേന്ദ്ര ഗവൺമെന്റ് ഇതേവരെ സഹായം നൽകിയിട്ടില്ല. ഇവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ച് അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ ഒരു നിവേദനം മാത്രമേ കൊടുത്തുള്ളൂ. അത് വയനാട് ദുരന്തത്തിന്റെ സഹായമായിരുന്നു. അപ്പോഴും സഹായിക്കാമെന്ന് പറഞ്ഞു. സഹായം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതേവരെ സഹായം തന്നിട്ടില്ല. അതിനുശേഷമുണ്ടായ ദുരന്തത്തിൽ ചിലയിടത്ത് സഹായിക്കുന്നത് കണ്ടു. ഈ മാധ്യമങ്ങൾക്ക് ഏതിനെങ്കിലും ആ സമീപനത്തെ വിമർശിക്കാൻ തോന്നിയോ? എന്തേ അതിനെക്കുറിച്ച് പറയാൻ മടി? നിങ്ങൾ ഈ നാടിന്റെ ഭാഗമല്ലേ? നാടിനു വേണ്ടിയല്ലേ ശബ്ദമുയർത്തേണ്ടത്? നാടിന്റെ താല്പര്യമല്ലേ സംരക്ഷിക്കേണ്ടത്? എങ്ങനെയെങ്കിലും നാട് തകർന്നാ മതി, നല്ല കാര്യമായിപ്പോയി എന്നാണോ ചിന്തിക്കേണ്ടത്? അതിനുവേണ്ടിയാണോ നിലകൊള്ളേണ്ടത്? നിർഭാഗ്യവശാൽ അത്തരമൊരു നിലപാടാണ് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. അവര് തന്നെ തിരുത്തേണ്ട കാര്യമാണിത്. അവര് തന്നെ ഈ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ചിലരെങ്കിലും ഇപ്പോ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ തിരുത്തി എന്ന് പറയാൻ തയ്യാറായി. നിങ്ങൾ കൂട്ടായി ആലോചിക്കണം. കേരളത്തിലെ മാധ്യമങ്ങൾ ആലോചിക്കണം. കേരളത്തിൽ മാത്രമല്ല മാധ്യമങ്ങൾ, മറ്റെല്ലായിടങ്ങളിലുമുണ്ട്. മറ്റുള്ളിടത്ത മാധ്യമങ്ങൾ ആ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കും. നിങ്ങൾ അതാണോ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ഇവിടെ LDF ആണ് എന്നുള്ളത് കൊണ്ട് ആ LDFനെ എങ്ങനെയെങ്കിലും താർത്ത് കളയാം. അത് ആഗ്രഹിക്കുന്ന വലതുപക്ഷ ശക്തികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിലും ഉണ്ടാകും. അവരാശ്രമം നടത്തും. നിങ്ങൾ അവരുടെ വക്താക്കളായി മാത്രമല്ല രംഗത്ത് വരേണ്ടത്. നാടിൻ്റെതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാവണം. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ നാട് ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾ കൊണ്ട് വല്ലാതെ തകർന്നു പോകുമെന്നാരും വ്യാമോഹിക്കേണ്ടതില്ല. ചിലരെ വല്ലാതെ പൊക്കിക്കാണിക്കുന്ന അവസ്ഥയൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായല്ലോ. അതല്ല എത്ര നാളാ നിൽക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടതാണ്. അതിനൊക്കെ ആയുസ് വളരെ കുറവാണല്ലോ. പക്ഷേ നമ്മുടെ ചില മാധ്യമങ്ങൾ അതെല്ലാം മറന്നുപോയി എന്ന് മാത്രം, അത്രയേ അതിനകത്തുള്ളൂ. ഏതായാലും CPIM-ന്റേതായ നേതമായ മാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. LDF സർക്കാരും അതേ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ നാടിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോവുക. അത്തരം പ്രവർത്തനങ്ങൾക്ക് സഖാവ് അഴീക്കോടന്റെ ഉജ്ജ്വലമായ സ്മരണ നമുക്കേവർക്കും കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അഴീക്കോടന്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങള് മറ്റു പല കാര്യങ്ങളും പെരുപ്പിച്ച് കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഇവിടുത്തെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരം നാളിൽ പൂരം എങ്ങനെ അലങ്കോലപ്പെടുത്താനാകും എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണത്. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ
സർക്കാർ ചുമതലപ്പെടുത്തി. ആ അന്വേഷണ റിപ്പോർട്ട് 24-നുള്ളിൽ ലഭിക്കണം എന്ന് മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോ ഇന്ന് 23-ആണ്. നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക. അന്വേഷണ റിപ്പോർട്ട് DGPയുടെ കയ്യിലെത്തി എന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ മാർഗത്തിൽ എൻ്റെ കയ്യിലെത്തുമായിരിക്കും. പക്ഷേ ആ റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവർക്ക് എവിടുന്നാണ് കിട്ടിയത്? ഇവരുടെ കയ്യിൽ റിപ്പോർട്ടില്ലാലോ. മനസ്സിലാക്കുന്നു, അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ. അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ. പൂരം കലക്കലിൽ വലതുപക്ഷ മാധ്യമങ്ങൾ ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനം. കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് നേരെ നടത്തിയത്. അന്വേഷണം പ്രഖ്യാപിക്കുകയും റിപ്പോർട്ട് വരാൻ സമയമെടുക്കുകയെന്ന് കണ്ടിട്ട് പോലും ആ റിപ്പോർട്ടിലുള്ള പരാമർശങ്ങൾ പുറത്തുവിടുകയും അതുവഴി വലിയ വിവാദങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തിരിക്കുന്നു. മാധ്യമ സംസ്കാരം ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുകയാണ്. താൻ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല, എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് കണ്ടത്, അതിലെ വിവരങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് പുറത്തുവിടാൻ കഴിഞ്ഞത്, ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നു, രാഷ്ട്രീയപരമായി സർക്കാരിനെ ആക്രമിക്കാനുള്ള നീക്കത്തിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്.